ആദ്യ ഫ്രഷായി താഴെ എത്തുമ്പോൾ എല്ലാവരും ഡൈനിങ് ഏരിയയിൽ ഉണ്ടായിരുന്നു. ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അതവിടെ ശീലമാണ്. ബ്ലാക്ക് സ്യൂട്ടിൽ തികഞ്ഞ ബിസിനസ്മാനായിട്ട് ഇറങ്ങി വരുന്നവനെ ആര്യൻ ഉൾപ്പെടെയുള്ള ആൺപടകൾ ഇമ്മച്ചിമ്മാതെ നോക്കി. ഇന്നലെ ആടി റൂമിലേക്ക് പോയവനാണ്. പേരിന് പോലും ഒരു ചിരിയില്ലാത്തവന്റെ മുഖം ഇപ്പൊ കടിച്ചു കീറുന്ന പോലെയുള്ള ഭാവം. ആരെയൊന്നും നോക്ക പോലും ചെയ്യാതെ ചേറ് വലിച്ചിട്ടിരുന്നതും അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകളൊന്നും മിഴിഞ്ഞു. അപൂർവം കാണുന്ന ചില കാഴ്ചകളിൽ ഒന്നാണ്. ആദ്യം ഇരിക്കുന്ന കണ്ട് ചെറിയമ്മ വേഗം അവന് കഴിക്കാൻ വിളമ്പി. കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പൊന്ന് മുഖമുയർത്തി നോക്കിയതും എല്ലാവരും മുഖം കുനിച്ച് തങ്ങളുടെ കഴിപ്പ് തുടർന്നു. അപ്പോഴും അവന്റെ മിഴികൾ ചുറ്റുമൊന്ന് പാഞ്ഞു. ഇന്നലെ എടുത്തുകൊണ്ട് വന്നവൾ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം. അജു അവളെ കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ അസ്വസ്ഥതയാണ്. ആ മുഖം പോലും ഓർമ്മയില്ല. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഈ ദേഷ്യം അതും അറിയില്ല. തേടിയ മുഖമൊന്ന് കാണാനാവാതെ പോയ നിരാശയിലും ദേഷ്യത്തിലും ചേറ് വലിച്ചു നീക്കി എഴുന്നേറ്റ് പോയവൻ എല്ലാവരും ഒന്ന് ഞെട്ടി. കാറ്റുപോലെ പുറത്തേക്ക് പോയവനെയും അവൻ കഴിക്കാതെ വെച്ചുപോയ ഭക്ഷണത്തിലേക്കും മാറി മാറി നോക്കിയവർ. ഇവനിപ്പത് എന്താ പറ്റിയേ എന്ന ചോദ്യമായിരുന്നു എല്ലാവരിലും. പിന്നെ കൂടുതൽ ആലോചിച്ചാൽ ഉത്തരം കിട്ടില്ലെന്നുകൊണ്ട് ആരും അതിന് നിന്നില്ല. തനിക്ക് മുന്നിൽ മുഖം കുനിച്ചിരിക്കുന്നവളെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മറച്ചു വെച്ച് ഇമ്മച്ചിമ്മാതെ ആയുഷ് നോക്കി നിന്നു. മീര, ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും വിറച്ചുകൊണ്ട് മുഖമുയർത്തി ആയുഷിനെ നോക്കിയവൾ. ഇങ്ങനെ വറക്കുന്നതിനാ? എന്നെയും പേടിയാണോ നിനക്ക്? ഇത്തവണ ആ സ്വരത്തിന് അത്ര കടുപ്പമുണ്ടായിരുന്നില്ല. ഐജി അവളെ കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു അവനുള്ളിൽ. ഇപ്പൊ നേരിട്ട് ഈ വിറയിലും കണ്ണിലെ ഭയവും ഒക്കെ കാണുമ്പോൾ പേരറിയാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഇവളോട്. ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കാൻ തോന്നാത്തൊരിഷ്ടം. സർ, കുറച്ച് സമയമായിട്ട് അവനൊന്ന് ചോദിക്കാതെ വന്നു പതിയെ വിളിച്ചവൾ. അവനൊന്ന് ഞെട്ടി. തന്റെ നോട്ട് അവൾ കണ്ടു കാണുമോ എന്നൊരു ചമ്മൽ. മുഖമൊന്ന് ചിരിച്ച് നെറ്റിയൊന്ന് വിരൽ വെച്ച് തടവിയവൻ. മീര, കാര്യങ്ങളുടെ സീരിയസ്നെസ് ഒക്കെ തനിക്ക് മനസ്സിലാവുമല്ലോ. തന്നെ സേഫാക്കി വെക്കേണ്ട ചുമതല ഇപ്പം എനിക്കാണ്. അതുകൊണ്ട് ഇതിൽ നല്ലൊരു ഷെൽട്ടർ തനിക്ക് നൽകാനുമില്ല. പിന്നെ മുത്തശ്ശി, ഞാൻ നേരിട്ട് ഇന്ന് തന്റെ കാര്യം പറഞ്ഞോളാം. അതാണ് സേഫ്. മനസ്സിലായോ? തലകുനിച്ച് പതിയൊന്ന് മൂളിതയുള്ള പെണ്ണ്. ഇവളെന്താ ഇത്രയും പാവമായ എന്നൊരു ചോദ്യമായിരുന്നു അവനുള്ളിലും. ചന്ദ്രശേഖർ സാറിന്റെ ധൈര്യം നേരിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും. തന്റെ റോൾ മോഡൽ കൂടിയായിരുന്നു അദ്ദേഹം. പുലിക്ക് പിറന്ന ഒരു പൂച്ച കുഞ്ഞായല്ലോ എന്നൊരു പുഞ്ചിരിയോട് ഓർത്തവൻ. പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ മുറിക്ക് പുറത്തേക്ക് നടന്നു. ഒരു നിമിഷം അവരെ അപ്പയുടെ മരണത്തെക്കുറിച്ച് അവൻ ചോദിച്ചില്ലല്ലോ എന്ന് മീര ചിന്തിച്ചു. ഇവിടെയുള്ളവരെല്ലാം തന്നെയും തന്റെ അവസ്ഥകളെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നിയവൾക്ക് വല്ലാത്തൊരു സമാധാനം പോലെ. അത്ര നേരം തോന്നിയ ഭയവും അപരിചിതവും അകന്നു പോകുന്ന അവൾ അറിഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കൂടി വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. മീര അമ്മമാരോടും മുത്തശ്ശിയോട് ഒരുവിധം അടുത്തു. ആ ദിവസങ്ങൾ അത്രയും റൂമിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നവൾ. ആയുഷ് മാത്രമാണ് ഇടയ്ക്ക് കേസിന്റെ പേരും പറഞ്ഞ് പെണ്ണിനൊന്ന് കയറി കണ്ടത്. ആര്യൻ അവളെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും എന്തു പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്നുള്ളൊരു ചോദ്യമായതുകൊണ്ട് അവനായിട്ട് ആ ഉദ്യമം ഉപേക്ഷിച്ചു. നമ്മുടെ നായകൻ ഇന്ന് അവളെ കാണാം നാളെ അവളെ കാണാമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ഭ്രാന്തി പിടിച്ച് നടക്കുന്നു. അജുവിന്റെ കാര്യമാണ് ഏറെ കഷ്ടം. അവളോടൊരു സ്പാർക്ക് തോന്നിയെന്ന് വെറുതെ പറഞ്ഞു പോയതിന്റെ പേരിൽ ഓഫീസിലും വീട്ടിലും മാടിനെ പോലെ ചെക്കനെ പണിയെടുപ്പിക്കുകയാണ് ആദ്യം. അതെന്തിനു വേണ്ടിയാണെന്ന് അജുവിനും അറിയില്ല. ഒരു സ്പാർക്ക് വരുത്തിയ വിനയാണെന്നത് ഇന്നും ചുരുളഴിയാത്ത രഹസ്യം പോലെ നിലനിൽക്കുന്നു. ഒരു പെണ്ണ്, അതിനു പിറകെ 3 പേർ. മീര ഇപ്പോൾ ഏറെക്കുറെ അപ്പയുടെ മരണത്തിൽ നിന്ന് മുക്തിയായി തുടങ്ങി. ആയുഷ് തന്നെ അവൾ മുത്തശ്ശിയെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു. മുത്തശ്ശി അവളെ ഒരുപാട് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അമ്മമാരോട് അവളെ നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് മുത്തശ്ശി ഫോൺ വെച്ചത്. പതിവ് പോലെ അന്നും കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് സീതാമ്മ കൊണ്ടുവന്നതിൽ നിന്നൊരു മഞ്ഞ നിറമുള്ള ധാവണി എടുത്ത് ചുറ്റിയവൾ. നിതമ്മ മറഞ്ഞു കിടക്കുന്ന മുടി വെറുതെ കുളിപ്പിന്നിലിട്ട് അമ്മയുടെ സിന്ദൂരത്തിൽ നിന്ന് അല്പമെടുത്ത് നെറ്റിയിലൊരു കുറിയും വരച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഉള്ളിലൊരു ചെറിയ പരിഭ്രമം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ആ റൂമിന് വെളിയിലിറങ്ങുന്നത്. ചുറ്റും നോക്കിയതും പെണ്ണിന്റെ മിഴികളൊന്ന് വിടർന്നു. കുഞ്ഞൊരു കൊട്ടാരം തന്നെയായിരുന്നു അത്. മുത്തശ്ശിയുടെ കൂടെ 4 കെട്ടിനുള്ളിൽ ജീവിച്ചവൾക്ക് അതൊരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു. വിടർന്ന മിഴികളോടെ ചുറ്റും നോക്കിയതായി കണ്ടു. തന്നെ ഇമ്മച്ചിമ്മാതെ നോക്കി നിൽക്കുന്ന ഒരുവനെ. തീർത്തും അപരിചിത്വമായിരുന്നു അവളിൽ. മുന്നിൽ കാണുന്നവളുടെ വശ്യ സൗന്ദര്യത്തിൽ മറ്റെല്ലാം വിസ്മരിച്ച് നിൽക്കുകയാണ് ആര്യൻ. ജോഗിങ്ങിന് പോവാനായി താഴേക്ക് വന്നപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ കൗതുകത്തോടെ ചുറ്റും നോക്കുന്നവളെ കണ്ടത്. തന്നെ കണ്ടതും ഹേസൽ നിറമാർന്ന കണ്ണുകളിൽ സംശയം നിറയുന്നത് അറിഞ്ഞപ്പോൾ സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് തലയൊന്ന് കുടഞ്ഞവൻ. പിന്നെ ഒരു ചിരിയോടെ താഴേക്ക് നടന്നു. അറിയാത്ത ഒരാളെ കണ്ടതിന്റെ ഭയമുണ്ടായിരുന്ന അവളിൽ അതവന് മനസ്സിലാവുകയും ചെയ്തു. ഹായ് മീര, ഞാൻ ആര്യൻ. മറുപടി ഏതുമില്ലാതെ മുഖം കുനിച്ച് ധാവണി തുമ്പിൽ മുറുകെ പിടിച്ച് നിന്നതേയുള്ളൂ പെണ്ണ്. പേടിക്കണ്ടടോ, തന്റെ സീതാമ്മയുടെ ഇളയ മോനാണ് ഞാൻ. അമ്മയുടെ മോനെന്ന് കേട്ടതും നുണക്കുഴി കാണിച്ച് പതിയെ ഒന്ന് ചിരിച്ച് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവളുടെ ചിരിയിൽ കുടുങ്ങി നിന്നവൻ. ആഹാ, ഇതാരാപ്പോ? പുറത്തേക്ക് വന്നേ. സീതാമ്മയുടെ ചിരിയോടെയുള്ള ചോദ്യം കേട്ടതും മീരയും കുഞ്ഞൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി. അത്ര നേരം അവളെയും നോക്കി ആര്യൻ ഒന്ന് ഞെട്ടുകയും ചെയ്തു. നിങ്ങൾ പരിചയപ്പെട്ടോടാ? ആമേ, പക്ഷെ ആൾക്ക് നല്ല പേടിയാ. മുഖം കുനിച്ച് അമ്മയുടെ അരികിൽ നിൽക്കുന്നവൾ നോക്കി കള്ളച്ചിരിയോടെ മറുപടി നൽകിയവൻ.
എൻ്റെ കൊച്ചിനെ പേടിപ്പിച്ചോടാ നീ? കള്ളഗൗരവത്തോടെ അമ്മ ചോദിച്ചു. ചിരിയോടെ അമ്മയുടെ കവിളിൽ ചുണ്ടി ചേർത്തവൻ. വിടർന്ന മിഴികളോടെ ഇരുവരെയും നോക്കി പെണ്ണ്. അവളുടെ ഓരോ ഭാവം നോട്ടം വന്ന് തറക്കുന്നത് തൻ്റെ ചങ്കിലാണെന്ന് തോന്നി ആര്യന്. എൻ്റെ ഇളയ മോന ആര്യൻ, ഡോക്ടറാണ് കേട്ടോ. മോളെ അന്ന് നോക്കിയത് ഇവനാ. അത് പറഞ്ഞപ്പോൾ മാത്രം മുഖമൊന്നുയർത്തി ഒരിക്കൽ കൂടി അവനെ നോക്കി മീര. തന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന അവനായിരിക്കുമോ എന്നൊരു സംശയം. ആദ്യം അന്ന് മോളെയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാം പേടിച്ചു പോയിരുന്നു. പിന്നെ ഇവൻ നോക്കി പേടിച്ച് ബോധം പോയതാണെന്ന് പറഞ്ഞപ്പോഴാ പകുതി ആശ്വാസമായത്. അവളുടെ ഉള്ളിലുള്ള ചോദ്യത്തിന് മറുപടി എന്ന പോലെയുള്ള വാക്കുകൾ. ആ നിമിഷം തോന്നിയ നിരാശ എന്തിനായിരുന്നു എന്ന് മാത്രം അറിഞ്ഞില്ല അവൾ. രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളെ ഒന്ന് കാണണമെന്ന് അത്രമേൽ ആഗ്രഹിച്ചിരുന്നു, ഒപ്പം നന്ദി പറയണമെന്നും. പക്ഷെ ആളെക്കുറിച്ച് ആരോടും ഇതുവരെയൊന്നും ചോദിച്ചിട്ടില്ല. വാക്കുകൾ തന്നെ പിശുക്കി ഉപയോഗിക്കുന്നവൾക്ക് ചോദ്യങ്ങൾ പോലും വളരെ കുറവായിരുന്നു. അമ്മേ, ഞാൻ ഇറങ്ങുവാ. മീര ഒരിക്കൽ കൂടി നോക്കി അമ്മയോടായി പറഞ്ഞുകൊണ്ട് ആര്യൻ പുറത്തുപോയതും അമ്മ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. മീരയെ കണ്ടതിന്റെ സന്തോഷം ചെറിയമ്മക്ക് സുധാമയ്ക്കും ഉണ്ടായിരുന്നു. ഇന്ന് റൂമിൽ തന്നെ അവൾ അടച്ചിരിക്കുന്നത് അവർക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. അവളായി തന്നെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ എന്ന് കരുതി പറയാതിരുന്നതാണ്. ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തോന്നി. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? പതിയാണ് ചോദ്യം. മൂന്നുപേരും അവളെ ചിരിയോടെ നോക്കി. ഞങ്ങളുടെ മോളിപ്പോ ഒന്നും ചെയ്യണ്ട. ആദ്യമായാലും പുറത്തേക്ക് വരുന്നേ. ആദ്യം ചെന്ന് ഈ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. സുധാമ പറഞ്ഞ വിടർന്ന മിഴികളോടൊന്ന് മുഖമുയർത്തി നോക്കിയവൾ. എല്ലാം കാണണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നതാണ്. മൂന്നുപേർക്ക് നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നവൾ. അവൾ പോകുന്നത് നോക്കുന്നതിന് ശേഷം മൂവരെ ഒരു ചിരിയോടെ തങ്ങളുടെ ജോലിയിലേക്ക് കടന്നു. പുറം പണിക്കും മറ്റുമായി ജോലിക്കാരുണ്ടെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് മൂന്നുപേരും ചേർന്നാണ്. അതവരുടെ നിർബന്ധമാണ്, സന്തോഷവും. മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ പെണ്ണിന്റെ കാലിലെ കൊലുസിന്റെ കൊഞ്ചൽ ഉയർന്നു കേട്ടു. വിടർന്ന മിഴികളോടെ ചുറ്റും നോക്കിയവൾ. ആദ്യമായി അവയെല്ലാം കാണുന്നതിന്റെ കൗതുകമുണ്ട് അവളിൽ. മുകളിലെ വലിയ ഹാളിനുള്ളിലേക്ക് കടന്നതും 10ഓളം മുറികൾ അവിടെയുണ്ടെന്ന് മീരയ്ക്ക് മനസ്സിലായി. എല്ലാം അടഞ്ഞു കിടക്കുന്ന കണ്ടതും അകത്ത് ആളുകൾ കാണുമെന്ന് അവൾക്ക് തോന്നി. അവയിൽ നിന്നെല്ലാം നോട്ടം വീണ്ടും മുന്നിലെ കോമൺ ബാൽക്കണിയിലേക്കായി ചെന്ന് നിന്നു. സ്വതവേ വിടർന്ന വലിയ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. നിറയെ പല നിറത്തിലുള്ള ബോഗൺവില്ലകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ. പ്രത്യേകിച്ച് സുഗന്ധമൊന്നുമില്ലെങ്കിലും ആ ഒന്നിച്ചിങ്ങനെ വിരിഞ്ഞുകൂടി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകാണ്. അവയെല്ലാം അടുത്ത് നിന്ന് കാണാനുള്ള മോഹത്തോടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവിടേക്കായി നടക്കാനൊരുങ്ങിയതും ബാൽക്കണിയുടെ വാതിൽ കടന്ന് ഹാളിലേക്ക് വരുന്നവനെ കാണെ ഞെട്ടലോടെ അവിടെ തറഞ്ഞു നിന്നുപോയവൾ. അവളെ കണ്ട ആദിയുടെ അവസ്ഥയും വിഭിന്നമായിരുന്നില്ല. ആദ്യത്തെ ഞെട്ടൽ മാറി മീരയുടെ കണ്ണുകളിൽ ഭയവും സങ്കടവും ഇരച്ച് കയറിയപ്പോൾ അത്രനാൾ തേടി നടന്ന എന്തോ കണ്ടുകിട്ടിയ സന്തോഷമായിരുന്നു അവന്. ആ മിഴികൾ വന്യമായി തിളങ്ങി. ചുണ്ടിൽ പുച്ഛത്തിൽ ചാലിച്ചൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ അവൾക്കരിയിലേക്ക് നടക്കുമ്പോഴും ഒന്നനങ്ങാൻ പോലും ആവാതെ തറഞ്ഞു നിന്നുപോയവൾ. ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന രീതിയിൽ മിടിച്ചു. മുഖമൊന്നാകെ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു. അടുത്തേക്ക് വരുന്നവന്റെ രൂപം, ആ കണ്ണുകളിലെ തീക്ഷ്ണത. ആരിൽ നിന്നാണോ ഇത്രയും നാൾ ഓടി ഒളിച്ചുകൊണ്ടിരുന്നത്, ആരിൽ നിന്നാണോ മറഞ്ഞു നിന്നത്, അവന് മുന്നിൽ തന്നെ ഒടുക്കെ എത്തിപ്പെട്ടിരിക്കുന്നു. തനിക്കിനി രക്ഷയില്ലെന്നറിഞ്ഞതും പെണ്ണിന്റെ മിഴികൾ നിറഞ്ഞു. അവനിൽ അപ്പോഴും ചിരിയാണ്, അവളെ കൊല്ലുന്നത് പോലൊരു പുഞ്ചിരി. അതേ ചിരിയോടെ തന്നെ മുഖം കുനിച്ച് നിൽക്കുന്നവളെ ഒരു കൈയാൽ വലിച്ച് നഗ്നമായ തന്നെ നെഞ്ചിലേക്ക് ചേർത്തവൻ. അവളുടെ കുഞ്ഞുടൽ അവൻ്റെ ഉറച്ച ശരീരത്തിലായി ഇടിച്ചു നിന്നു. മറുകൈ അവൾ ഉടുത്തിരുന്ന ദാവണിക്കിടയിലൂടെ നഗ്നമായ വയറിൽ പടർന്നു കയറിയതും മിഴികൾ ഇറുകെ അടച്ച് നിന്നുപോയവൾ ഒരു നോട്ടം കൊണ്ട് പോലും അവനെ എതിർക്കാനാവാതെ ഏയ് ഡോണ്ട് ക്രൈ മിസ്സിസ് ആദിത്യവർമ്മ. മുഖം കുനിച്ച് അവളുടെ കാതിലായി ആധിപതിയെ ചുണ്ടുകൾ അമർത്തി. അവൻ്റെ ചുടുശ്വാസത്തിനൊപ്പം കലർന്ന വാക്കുകൾ നെഞ്ചിലെന്തോ വന്ന് തറച്ച് കയറിയതുപോലെ പിടഞ്ഞു പോയവൾ. തന്നോട് ചേർന്ന ശരീരത്തിൻ്റെ വിറയലറിയെ ഒന്നുകൂടി മുറുകെ പിടിച്ചതേയുള്ളൂ ആദി. ഇനിയൊരിക്കലും വിട്ടുകളയില്ലെന്നതുപോലെ, എന്നിൽ നിന്ന് നിനക്കൊരു മോചനമില്ലെന്ന് പറയാതെ പറയുന്ന പോലെ. മിഴികൾ ഇറുകെ അടച്ച് വിറയിലോടെ തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയവളെ ആദ്യൊരു ചിരിയോടെ നോക്കി. ആദ്യ കാഴ്ചയിൽ തന്നെ മോഹിപ്പിച്ച പെണ്ണു, ആദ്യമായി തൻ്റെ ഹൃദയതാളം പോലും സ്വന്തമായി തീർത്തവൾ. ഒരു രാത്രിയിൽ കുഞ്ഞൊരു തൂവൽ പോലെ തൻ്റെ നെഞ്ചിലേക്ക് വീണവൾ. പേര് പോലും അറിയാതെ താൻ താലികെട്ടി സ്വന്തമാക്കിയ തൻ്റെ പാതിയായവൾ. ഉള്ളിൽ അത്രമേൽ ഹർഷം നിറയുമ്പോഴും പുറത്തത് പ്രകടിപ്പിക്കാതെ നിന്നതേയുള്ളൂ ആദി. ശ്വാസമെടുക്കാൻ പോലും ഭയന്ന് വിറച്ചു നിൽപ്പാണ് മീര. വീണ്ടും ഒരിക്കൽ കൂടി ചെകുത്താൻ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ ദൈവത്തിനോട് പോലും പരിഭവം തോന്നിയവൾക്ക്. തന്നിൽ തട്ടി അകന്നു പോകുന്ന അവൻ്റെ നിശ്വാസ ചൂടിൽ ഉടലൊന്നാകെ ഉരുകി ഒലിക്കുന്ന പോലെ ഇടുപ്പിൽ അവൻ്റെ കൈകളൊന്നുകൂടി മുറുകിയതും ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയവൾ. കണ്ണുകൾ ചുവന്ന മുഖം വലിഞ്ഞു മുറുകി ദേഷ്യത്തോടെ തന്നെ നോക്കുന്നവൻ. അവനെ നോക്കാൻ പോലും ഭയം തോന്നിയവൾക്ക്.
നിറഞ്ഞ കണ്ണുകൾ കണ്ട നിമിഷം തന്നെ മറുകൈ കൊണ്ട് അവിടെ കവിളിൽ കുത്തിപ്പിടിച്ച് ആ മുഖം ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തു വച്ചവൻ. വേദനയിൽ കുതിർന്ന ഒരു ശബ്ദം അവളുടെ നോവിൽ നിറയുന്ന കണ്ണുകളെ വാശിയോടെ തടഞ്ഞു നിർത്തിയതേയുള്ളൂ ആദി. എനിക്ക് നോവുന്നു, കണ്ണു നിറച്ചുകൊണ്ട് പതിയെ, അത്രയും പതിയെ പറഞ്ഞതും വാശിയോടെ അവളുടെ അധരങ്ങളിൽ അമർത്തി ചുംബിച്ചു മാറിയവൻ. ഞെട്ടലോടെ പെണ്ണിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. മുഖമൊന്നുയർത്തി നോക്കുമ്പോഴേക്കും തൊട്ടുമുന്നിലെ വാതിൽ വലിച്ചടക്കുന്ന ശബ്ദമാണ് കേട്ടത്. ഒരിക്കൽ കൂടി ഞെട്ടിപ്പോയവൾ. ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ട് ആ കുഞ്ഞു മുഖമൊന്നാകെ ചുവന്നു. അവൻ ചുംബിച്ചു മാറിയ അധരങ്ങളെ വാശിയോടെ കൈവച്ച് തൂത്തു കളഞ്ഞവൾ. ചെകുത്താൻ, പതിയെ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഡോറ് തുറന്ന് അവളെയും അകത്തേക്ക് വലിച്ചിട്ട് ആദി വീണ്ടും ഡോറ് ലോക്ക് ചെയ്തു. മീര നേരെ ചെന്ന് വീണത് ബെഡിലായിരുന്നു. ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞു. മിഴികളിറുകെ അടച്ചങ്ങനെ കിടന്നവൾ. തനിക്ക് മുകളിലായി അവൻ്റെ ശരീരം വന്ന് ചേരുന്നതും കഴുത്തിലായി ആ മുഖം അമരുന്നതും ഒരു പിടച്ചിലോട് അവൾ അറിഞ്ഞു. ഇരു കൈകളും ബെഡിലായി മുറുകി. ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയ അവസ്ഥ. ബുദ്ധി തള്ളിമാറ്റാൻ പറയുമ്പോഴും ഹൃദയം അതിൻ്റെ പാതിയെ അറിഞ്ഞതുപോലെ ചേർന്ന് നിൽക്കാൻ കൊതിച്ചു. അവളുടെ ഓരോ ഭാവങ്ങളും വിസ്മയത്തോടെ നോക്കി നിന്നവൻ കഴുത്തിലെ ചെയിൻ കണ്ടതും അവളെ ഒന്നുകൂടെ നോക്കി. പിന്നെ മുഖം കുനിച്ച് പല്ലുകൊണ്ട് അതിനെ കടിച്ചെടുത്ത് പുറത്തേക്കിട്ടു. അടുത്ത നിമിഷം കണ്ണുകൾ വലിച്ചു തുറന്ന് ശക്തിയോടെ അവനെ തള്ളി മാറ്റിയവൾ. ആദ്യമൊന്ന് പുറകിലേക്ക് ആഞ്ഞു പോയെങ്കിലും അതേപോലെ വീണ്ടും അവളിലേക്ക് ചേർന്നു. അപ്പൊ എതിർക്കാനൊക്കെ അറിയാം എൻ്റെ ഭാര്യയ്ക്ക് അല്ലേ? മാലയിൽ കോർത്ത് കിടക്കുന്ന ആലിലെ താലിലേക്ക് ഉറ്റുനോക്കി പുച്ഛത്തോടെയാണ് ചോദ്യം. മീര അവനെ കണ്ണു നിറച്ചുകൊണ്ട് നോക്കിയതേയുള്ളൂ. പറഞ്ഞതല്ലേ ഞാൻ, നീ എൻ്റെയാണെന്ന്. ഓടി ഒളിക്കാൻ ശ്രമിക്കരുതെന്ന്. ആദിയുടെ വാക്കുകളിൽ ഗൗരവമെങ്കിലും ആ ശബ്ദത്തിൽ അവൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയൊരു നോവുണ്ട്. എന്നിരുന്നാലും മീരയുടെ ആ വാക്കുകൾ പോലും അവനോടുള്ള ഭയത്തിൻ്റെ ആക്കം കൂട്ടിയതേയുള്ളൂ. ഈ ആദി മോഹിച്ചതെന്നും സ്വന്തമാക്കിയിട്ടേയുള്ളൂ അപ്പു. നിന്നെയും ഞാൻ സ്വന്തമാക്കും. മരിക്കേണ്ടി വന്നാലും അതിന് സമ്മതിക്കില്ല ഞാൻ. പതിഞ്ഞതെങ്കിലും ഉറപ്പോടെയുള്ള അവളുടെ വാക്കുകൾ അവൻ്റെ മിഴികൾ വല്ലാതെ തിളങ്ങി. സീരിയസ്ലി? വെറുതെ പോലും മീര ചന്ദ്രശേഖർ അങ്ങനെ ചിന്തിക്കരുത്. ഇനിയും എന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ അകന്നു മാറാനോ ശ്രമിച്ച നിനക്ക് പ്രിയപ്പെട്ടതിനെ എല്ലാം തീർത്ത് കളയും ഞാൻ. നീ കാരണം വേദനിക്കേണ്ടി വരുന്നതെല്ലാം അവരാകും മീര. വല്ലാത്തൊരു ഭാവത്തോടെയുള്ള വാക്കുകൾ. പകപ്പോടെ അവൻ ഉറ്റുനോക്കിപ്പോയി മീര. അന്നത്തെ പോലെയല്ല, താൻ ആരാണെന്ന് അവനറിയാം. അന്ന് ഓടി ഒളിച്ച പോലെ ഇനിയൊരിക്കലാവില്ലെന്ന സത്യം അവൾക്ക് മനസ്സിലായി. നിസ്സഹായതയോടെ കണ്ണു നിറച്ചുകൊണ്ട് മീര അവനെ നോക്കി. അവളിലേക്ക് മുഖം കുനിച്ചുകൊണ്ട് ആ കണ്ണുനീരിനെ സ്വന്തമാക്കി ആദി. ചന്ദനത്തിന്റെ സുഗന്ധമാണ് അവൾക്ക്. തന്നെ ഭ്രമിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ഗന്ധം. എന്തിനാ എന്നോട് ഇങ്ങനെ? പതിയെ ചോദിക്കുമ്പോൾ വിതുമ്പിപ്പോയവൾ. ആദിയുടെ ചുണ്ടിൽ അവളറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് മറച്ചു വെച്ച് ഗൗരവത്തോടെ മുഖമുയർത്തി ആദി അവളെ നോക്കി. കരഞ്ഞു ചുവന്നു പോയൊരു പനിനീർ പൂവ് പോലെ വാരിപ്പിടിച്ച ആ മുഖമൊന്നാകെ ഭ്രാന്തമായി ചുണ്ടു ചേർത്തവൻ. ശ്വാസമെടുക്കാൻ പോലും ആവാതെ കുഴഞ്ഞു പോയവൾ. ഇരുവരുടെയും മിഴികൾ പരസ്പരം മുടക്കി.